നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന ചിരട്ടയിൽ നിന്നും കാശുണ്ടാക്കാം. ചിരട്ടയ്ക്ക് പ്രതാപകാലം, വില കുതിച്ചുയരുന്നു. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും കാരണം തേങ്ങയുടെ ഉൽപ്പാദനം കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ കാരണം. ചിരട്ടയിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾക്കും മറ്റു ഉപകരണങ്ങൾക്കും ഇന്ത്യക്ക് അകത്തും പുറത്തും ആവശ്യക്കാർ ഏറെയാണ്. പ്ലാസ്റ്റിക് ഉപകരണങ്ങൾക്ക് പകരം ചിരട്ട കൊണ്ടുള്ള ഉപകരണങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ ഷെഡിലേക്ക് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരുന്ന ഈ ചിരട്ടകൾ തേടി വീടുകൾ തോറും ആളുകൾ എത്തുന്ന സ്ഥിതി വരെയായി. ഇപ്പോൾ കിലോയ്ക്ക് 33 രൂപ വരെ വിലയുണ്ട്. എന്നാൽ ആമസോണിലും മറ്റും 1 കിലോ ചിരട്ടയ്ക്ക് 150 രൂപയ്ക്ക് മുകളിലാണ് വില. ചാർക്കോൾ നിർമ്മാണത്തിനും മറ്റു വില കൂടിയ വസ്തുക്കൾ നിർമ്മിക്കാനുമാണ് ചിരട്ട വൻതോതിൽ ഉപയോഗിക്കുന്നത്. കേരളത്തിലും ഇന്ന് ചിരട്ടയ്ക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ്. ഉയർന്ന ആഗിരണ ശക്തി ഉള്ളതിനാൽ വായു ശുദ്ധീകരണത്തിനും ജലശുദ്ധീകരണത്തിനും ചിരട്ടയിൽ നിന്ന് നിർമ്മിക്കുന്ന കരി വ്യാപകമായി ഉപയോഗിക്കുന്നു. പണ്ടൊക്കെ തേപ്പുപെട്ടിയിൽ ചിരട്ട കത്തിച്ചാണ് തുണി തേക്കാൻ ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ സമയം ചൂട് നിൽക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ചിരട്ടക്കരി പൗഡർ ഉപയോഗിച്ചുള്ള ഹെയർ ഡൈ ഇപ്പോൾ വളരെ ഫേമസ് ആയി മാറിയിട്ടുണ്ട്. പലതരം അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്നതിനായി ചിരട്ട ചെത്തി മിനുക്കി പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചാർക്കോൾ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് മാസ്ക്, ടൂത്ത് പേസ്റ്റ് ഇതിനൊക്കെ വില വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കണമെങ്കിൽ പോലും ചാർക്കോൾ പൗഡർ ആക്കിയോ അല്ലാതെയും നല്ല പാക്കേജ് ആക്കി ആമസോണിൽ സെയിൽ ചെയ്യാൻ പറ്റും. ഇത് കരിയാക്കാനും പൗഡർ ആക്കാനും ഒക്കെയുള്ള മെഷീനറികളൊക്കെ ഇപ്പം വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ചിരട്ടയായിട്ട് തന്നെ വേണമെങ്കിലും നല്ല പാക്കേജ് ആക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ഒരു മാർക്കറ്റ് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഏതൊരു ബിസിനസ്സിലേക്കും തിരിയാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു മാർക്കറ്റ് കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു പോസിബിലിറ്റി തോന്നുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന മനോഹരമായ ഒരു ഫീൽഡാണ്. വലിയ മാർജിനുണ്ട്, കാരണം വാല്യൂ എഡീഷൻ അത്ര കൂടുതലാണ്. ഇത് കൺമഷി ഉണ്ടാക്കുന്നതിനും ടീത്ത് വൈറ്റ്നർ ആയിട്ടും ഉപയോഗിക്കുന്നു. ഇപ്പോൾ ചാർക്കോൾ ഉപയോഗിച്ചുള്ള ഒരുപാട് ടൂത്ത് പേസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് കാലത്ത് സുലഭമായി ഉപയോഗിച്ചിരുന്നതാണ് ചിരട്ടത്തവി. അന്ന് കഞ്ഞിയും കറിയും പുഴുക്കുമെല്ലാം വിളമ്പാൻ ചിരട്ടത്തവിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മൺകലത്തിൽ പാകം ചെയ്യുന്ന ആഹാരം ചിരട്ടത്തവികൊണ്ട് വിളമ്പിയാൽ ആ ആഹാരത്തിനുള്ള രുചിയും ഗുണവും മറ്റേത് പാത്രത്തിൽ വെച്ചാലും കിട്ടില്ല. കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനായി 1-2 ചിരട്ട കത്തിച്ച് കിണറ്റിലേക്കിട്ടാൽ മതി. ചിരട്ടക്കരി ഉപയോഗിച്ച് നിലവിളക്ക്, ഓട്ടുപാത്രങ്ങൾ ഇതൊക്കെ തേച്ച് കഴുകിയാൽ പുതുപുത്തൻ പോലെ വെട്ടിത്തിളങ്ങും. വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാൻ തുറന്ന പാത്രത്തിൽ ചിരട്ടക്കരി സൂക്ഷിച്ചു വെച്ചാൽ മതി. ദുർഗന്ധങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അങ്ങനെ പിച്ചച്ചിരട്ട എന്ന പേരുദോഷം മാറി ചിരട്ടയുടെ പ്രതാപകാലമെത്തി.